ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹവാത്സല്യമുള്ളവരെ, ഈ മരിയൻ ചിന്തകൾ പങ്കുവയ്ക്കുവാൻ കാരണം, ജൂലൈ മാസത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഒത്തിരി മരിയ ഭക്തരായ വ്യക്തികൾ എന്നെ വിളിച്ച് ഇപ്രകാരം പറഞ്ഞു: നെൽസൺ ജോബച്ച, മാതാവിൻ്റെ ദർശനത്തെക്കുറിച്ചും പ്രത്യേകിച്ച് റോസാ മിസ്റ്റിക്കായുടെ തിരുനാളാണല്ലോ ജൂലൈ 13, ജൂലൈ 16 കർമ്മല മാതാവിൻ്റെയും തിരുനാൾ. അതുകൊണ്ട് ഈ റോസാ മിസ്റ്റിക്കയുടെ അർത്ഥതലങ്ങളും കർമ്മല മാതാവിൻ്റെ കർമ്മല ഉത്തരീയത്തെക്കുറിച്ചും ഒന്ന് പറഞ്ഞു തരാമോ? അപ്പോൾ ഇങ്ങനെ ആവശ്യപ്പെട്ടത് കൊണ്ടാണ് ഞാൻ ഈ മരിയൻ ചിന്ത പങ്കുവയ്ക്കുന്നത്. നമുക്ക് ഉൽപ്പത്തി പുസ്തകം 3:15 പോകാം. അത് നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. നീയും സ്ത്രീയും തമ്മിലും നിൻ്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ശത്രുത ഉളവാക്കും, നിൻ്റെ തല അവൻ തകർക്കും. ഈ വചനത്തെക്കുറിച്ച് ബൈബിൾ പണ്ഡിതനായ വിശുദ്ധ ജെറോം പറഞ്ഞു: മേരി ഈസ് ദ ഫസ്റ്റ് ഗോസ്പൽ ആൻഡ് ബെസ്റ്റ് ഗോസ്പൽ. മേരി വാസ് ദ ഡ്രീം ഓഫ് ദ ഫാദർ. പിതാവിൻ്റെ സ്വപ്നമായിരുന്നു മറിയം. ഒരു സ്ത്രീയിലൂടെ ശിക്ഷ വന്നെങ്കിൽ മറ്റൊരു സ്ത്രീയിലൂടെ രക്ഷ വരണമെന്ന് പിതാവായ ദൈവം ആഗ്രഹിച്ചു. അങ്ങനെ ദൈവം കുടുംബങ്ങളെ തിരഞ്ഞെടുക്കുകയാണ്. ഒരു കുടുംബം ദൈവത്തെ കുടി ഇറക്കിയെങ്കിൽ മറ്റു കുടുംബങ്ങളിലൂടെ ദൈവത്തെ കുടിയിരുത്തണം. അങ്ങനെ നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 1:17 വായിച്ചാൽ ഈശോയുടെ വംശാവലി എന്നാണ് ശീർഷകം. അബ്രഹാം തുടങ്ങി ദാവീദ് വരെ, ദാവീദ് തുടങ്ങി ബാബിലോൺ പ്രവാസം വരെ, ബാബിലോൺ പ്രവാസം തുടങ്ങി ക്രിസ്തു വരെ 14 തലമുറകളാണ്. അപ്പോൾ ബൈബിൾ മുഴുവനും കാച്ചി കുറുക്കി മത്തായി സുവിശേഷകൻ എഴുതി വച്ചിരിക്കുകയാണ്. അങ്ങനെ മറിയത്തിലൂടെ ഈശോ പിറന്നു വീണു. ആ ഈശോ 33 വർഷം പാപമെന്നതൊഴികെ മറ്റെല്ലാറ്റിനും സദൃശമായി നമ്മുടെ ഒപ്പം ജീവിച്ചു. എന്നിട്ട് വലിയ 3 സമ്മാനം നൽകി. ലോക അവസാനം വരെ നമ്മളോടൊപ്പമാകാൻ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചു. കുരിശിൽ കിടന്നുകൊണ്ട് ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു സ്വർഗീയ അമ്മയെ നൽകി. അവസാനം അപ്പോസ്തല പ്രവർത്തനം 1:4 വായിച്ചാൽ ഈശോ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നതിന് മുൻപ് അവസാനം പറഞ്ഞ വചനം ഇതാണ്: നിങ്ങൾ ജെറൂസലേം വിട്ടുപോകരുത്, പ്രത്യാശ വിട്ടുപോകരുത്, പിതാവിൻ്റെ വാഗ്ദാനത്തിനായി കാത്തിരിക്കുവിൻ. കാത്തിരിക്കാൻ കഴിയാതെ പോയ അപ്പോസ്തലന്മാർ, ശിഷ്യന്മാർ, കാത്തിരിപ്പിനെക്കുറിച്ച് കൃത്യമായും വ്യക്തമായും അനുഭവിച്ചിട്ടുള്ള മറിയം ബലിയർപ്പിച്ച അതേ മുറിയിൽ സെഹിയോൻ മാളിക മുകളിൽ മാതാവ് ചിതറിപ്പോയ പതറിപ്പോയ ഈ ശിഷ്യന്മാരെ ഒരുമിച്ച് കൂട്ടി. നമ്മൾ അപ്പോസ്തല പ്രവർത്തനം 1:14 വായിച്ചാൽ കൃത്യതയോടെ എഴുതി വച്ചിട്ടുണ്ട്. അവർ അമ്മയായ മറിയത്തോടും ശിഷ്യന്മാരോടൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. പാരമ്പര്യം പറയുന്നു 9 ദിവസത്തെ പ്രാർത്ഥനയായിരുന്നു. അതൊരു നൊവേനയായിരുന്നു, ഒരു നവനാളായിരുന്നു. ആ നവനാൾ തീർന്നപ്പോൾ തീനാവിൻ രൂപത്തിൽ ആത്മാവ് കടന്നു വന്നു. അവർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ധൈര്യവും സ്ഥൈര്യവും ഉണ്ടായി. അങ്ങനെ സഭ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. മറിയത്തിൻ്റെ ദൗത്യം പൂർത്തിയായി. യേശുവിൻ്റെ ദൗത്യം പൂർത്തിയായി. ഈശോ സ്വർഗാരോഹണം ചെയ്തു. മറിയത്തിൻ്റെ ദൗത്യം പൂർത്തിയായി. മറിയത്തെ ഉടലോടെ എടുത്തു. പിന്നീട് കാലാകാലങ്ങളിലാണ് മരിയൻ ദർശനം ഉണ്ടാകുന്നത്. മരിയൻ ദർശനത്തെക്കുറിച്ച് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ആദ്യത്തെ മരിയൻ ദർശനം 1251 ജൂലൈ 16 കർമ്മലീത്ത സഭയുടെ 6ാമത്തെ പ്രിയോർ ജനറലായ സൈമൺ സ്റ്റോക്കിനാണ്. സഭയിൽ ഞെരുക്കമുണ്ടായി, പ്രതികൂലമായ സാഹചര്യം ഉണ്ടായപ്പോൾ ഈ പ്രിയോർ ജനറൽ പ്രാർത്ഥിച്ചു. അപ്പോൾ മാതാവ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് നൽകിയ തിരുവസ്ത്രമാണ്. മാതാവ് പറഞ്ഞ വാക്ക് തെറ്റിക്കാതെ ഒന്ന് പറഞ്ഞോട്ടെ: പ്രിയ മകനെ, ഇതാ നിൻ്റെ സഭയുടെ തിരുവസ്ത്രം. ഇത് ഒരു പ്രത്യേക ആനുകൂല്യത്തിൻ്റെ അടയാളമാകുന്നു. ഈ വസ്ത്രം ധരിച്ചുകൊണ്ട് മരിക്കുന്ന യാതൊരുവനും നിത്യനാശത്തിൽ പതിക്കില്ല. ഇത് രക്ഷയുടെ അടയാളവും ആപത്തിൽ ആശ്രയവുമായിരിക്കും. ഈ ദർശനം കിട്ടിയ സൈമൺ സ്റ്റോക്ക് അന്നത്തെ പാപ്പാമാരെ അറിയിച്ചു, കർമ്മലീത്ത സഭയെ അറിയിച്ചു. അവൾ വളരെ സ്നേഹത്തോടെ അത് സ്വാഗതം ചെയ്യുകയും അങ്ങനെ മരിയൻ ഡിവോഷൻ ആരംഭിക്കുകയാണ്. സഭയിലെ 2-3 പാപ്പാമാരെ എടുത്തു പറയണം. ഉർബൻ 4-ാം പാപ്പായും ഗ്രിഗറി 10-ഉം ബെനഡിക്റ്റ് 14-ാം പാപ്പായും ഇത് പ്രൊപ്പഗേറ്റ് ചെയ്തു. അങ്ങനെയാണ് കർമ്മല ഉത്തരീയത്തിൻ്റെ ഒരു വലിയ ഭക്തി വരുന്നത്.
അപ്പോൾ ഈശോ നമുക്ക് 3 സമ്മാനം നൽകി. മറിയം നമുക്ക് സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ 2 രക്ഷാകവചം നൽകി. ധരിക്കാൻ ഉത്തരീയവും ജപിക്കാൻ ജപമാലയും. ജപമാല ഭക്തി പ്രചരിപ്പിച്ചത് വിശുദ്ധ ഡൊമിനിക്കിലൂടെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് ഈ കർമ്മല ഉത്തരീയത്തിലേക്ക് ഒന്ന് കടന്നു പോകാം. എന്താണ് ഈ ഉത്തരീയം? പരിശുദ്ധ അമ്മ തന്ന സ്നേഹസ്മരണികയാണ്. ദിവ്യാംബികയുടെ ഒരു കൂദാശയാണ്. അദൃശ്യമായ പ്രസാദനം നൽകുന്ന ഒരു ദൃശ്യമായ അടയാളമാണ്. ഇതൊരു രക്ഷാ കവചമാണ്. ധാർമ്മിക ചൈതന്യത്തിൻ്റെ അടയാളമാണ്. മണ്ണും വിണ്ണും തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്ന കന്യാണ്. മറിയത്തിൻ്റെ വിമല ഹൃദയത്തിലൂടെ ഈശോയിലേക്കെന്നുള്ള ആശയമാണ്. ഇനി വസ്ത്രമാണെന്ന് പറഞ്ഞാൽ ഈ വസ്ത്രത്തിൻ്റെ അർത്ഥതലങ്ങൾ ബൈബിളിൽ വളരെ രസകരമാണ്. ഉൽപ്പത്തി 3:7 ആദ്യമായിട്ട് വസ്ത്രം ധരിക്കുന്നു. അത് അത്തിവൃക്ഷത്തിൻ്റെ ഇലയാണ്. പിന്നെ ദൈവം തുകലുകൊണ്ട് അപ്പം നാണം മറക്കാനുള്ള മറയാണ് വസ്ത്രം. ഉൽപ്പത്തി 37:3 പോകുമ്പോൾ 12 മക്കളിൽ ഒരുവനും ജോസഫിന് മാത്രം അപ്പൻ വർണ്ണക്കുപ്പായം യാക്കോബ് നൽകുന്നു. അത് ആ കുപ്പായത്തിൻ്റെ അർത്ഥം ഒരു അപ്പൻ്റെ പ്രത്യേക വാത്സല്യത്തിൻ്റെ അടയാളമാണ്. എസ്തറിൻ്റെ പുസ്തകം 6:11 ഹാമാൻ മൊർദെഖായിക്ക് കൊടുക്കുന്ന വസ്ത്രം അത് സ്ഥാനവസ്ത്രമാണ്, അധികാര വസ്ത്രമാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 13-ാം അധ്യായത്തിൽ ഏലിയ പ്രവാചകൻ ഏലീഷായ്ക്ക് കൊടുക്കുന്ന മേലങ്കി പ്രവാചക ദൗത്യത്തിൻ്റെ പ്രതീകമാണ്. 1 സാമുവേൽ 18:4 ജോനത്താൻ പ്രാണതുല്യം സ്നേഹിച്ച ദാവീദിന് കൊടുക്കുന്നത് ഫ്രണ്ട്ഷിപ്പിൻ്റെ അടയാളമാണ്. അഹ്റോൻ്റെ വസ്ത്രം, പൗരോഹിത്യ വസ്ത്രം വളരെ ശ്രദ്ധേയമാണ്. ലൂക്ക 15 ദൂർദപുത്രന് കൊടുക്കുന്ന ആ വസ്ത്രം വാസ്തവത്തിൽ ഒരു വരപ്രസാദത്തിൻ്റെ വസ്ത്രമാണ് ും വ്യാഖ്യാനിക്കാം. ഒരപ്പൻ മകന് കൊടുക്കുന്നത്, അടിമയ്ക്ക് വസ്ത്രമില്ല, മകന് കൊടുത്ത സ്ഥാനത്തിൻ്റെ അടയാളമാണ്. മാർക്കോസ് 10:50 നമ്മുടെ ബർത്തിമേയുസ് വസ്ത്രം മേലങ്കി ദൂരം, മേലങ്കി എന്ന് പറയുന്നത് ഒരുവൻ്റെ ജന്മാവകാശത്തിൻ്റെ അടയാളമാണ്. വസ്ത്രം ചോദിക്കുന്നതിന് മേലങ്കി കൂടി കൊടുക്കാൻ പറഞ്ഞതിൻ്റെ അർത്ഥതലങ്ങൾ അതാണ്. എഫേസസ് 4:22 പോയാൽ പഴയ മനുഷ്യൻ്റെ ഒരു പ്രതീകമാണ് വസ്ത്രം. ഇനി കൗദാശിക ജീവിതത്തിലേക്ക് വരുമ്പോൾ നമുക്ക് നമ്മുടെ നെഞ്ചിൽ വെള്ള വസ്ത്രം ഇട്ടു തന്നു. ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോഴും വെള്ള വസ്ത്രമാണ്. പിന്നെ വിവാഹമെന്ന കൂദാശയിൽ പുടവ നൽകുന്നത് അത് ക്രിസ്തുവാകുന്ന മണവാളിനും മണവാട്ടിയും തമ്മിലുള്ള ബന്ധം പോലെയാണ്. ഇനി സന്യസ്തരായ വ്യക്തികൾ വ്രതവാഗ്ദാനം ചെയ്യുമ്പോൾ അച്ഛന്മാർക്ക് ലോഹ കൊടുക്കുന്നു, വസ്ത്രം നൽകുന്നു. അപ്പം ഇതെല്ലാം പല അർത്ഥതലങ്ങളാണ് ഉള്ളത്. ഇനി നമുക്ക് സ്കാപ്പിളിലേക്ക് വരുമ്പോൾ ഈ മാതാവ് നൽകിയിട്ടുള്ള ഇത് പ്രായോഗിക തലത്തിലേക്ക് വരാം. ഇത് വലിയ സംരക്ഷണമാണ്, സമൃദ്ധിയാണ്, വിടുതലാണ്, മാനസാന്തരമാണ്. ഞാൻ കുറേ അനുഭവങ്ങൾ പറയാം. ഒന്ന്, നമുക്ക് വരാപ്പുഴ അതിരൂപതയിലെ കത്തീഡ്രലിലേക്ക് പോകാം. ആ കത്തീഡ്രലിൽ പണിയിച്ച നമ്മുടെ മോൺസിഞ്ഞോർ അലക്സാണ്ടർ വടക്കുംതല, ഞാൻ സാക്ഷിയാണ്. അവിടെ വന്ന ദമ്പതികൾ, അവർക്ക് പല പ്രാവശ്യം കുഞ്ഞുങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ടായിട്ടും എല്ലാം നഷ്ടപ്പെട്ടു പോണേ. 4-ാം മാസം നഷ്ടപ്പെട്ടു പോകും. മോൺസിഞ്ഞോറിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇനി ഞങ്ങൾക്ക് സാധ്യത കുറവാണെന്നാണ് ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞത്. DNC കുറേ ചെയ്തല്ലോ, അപ്പം അതുകൊണ്ട് മോൺസിഞ്ഞോറെ പ്രാർത്ഥിക്കണേ. മോൺസിഞ്ഞോർ ഉടനെ തന്നെ ഒരു ഉത്തരീയം കൊണ്ടുവന്ന് കൊടുത്തിട്ട് പറഞ്ഞു, മക്കളെ ഇതിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം. എനിക്ക് നല്ല ബോധ്യമുണ്ട്, ഞാൻ പലർക്കും കൊടുത്തിട്ടുണ്ട്, അത്ഭുതം നടന്നിട്ടുണ്ട്. ഇത് ആശീർവദിച്ച് കൊടുത്തിട്ട് അണിയാൻ പറഞ്ഞു, ഇത് മാറ്റരുതെന്ന് പറഞ്ഞു. അത്ഭുതം എന്ന് പറയട്ടെ, ഗൈനക്കോളജിസ്റ്റിൻ്റെ അവരുടെ സ്കാനിങ് റിസൾട്ടിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് നല്ല സുന്ദരിയായൊരു പെൺകുട്ടിയെ നൽകിയ ഓർമ്മ നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കുകയാണ്. ഇനി പോർച്ചുഗലിൻ്റെ അംബാസിഡറായ ഹെൻറി ഓസ്റ്റിൻ്റെ മകൻ, അദ്ദേഹം വലിയ മതിഭക്തനൊന്നും ആയിരുന്നില്ല. അദ്ദേഹത്തിന് അറ്റാക്ക് വന്ന് ഇന്നത്തെ രീതിയിലുള്ള ആധുനിക സംവിധാനങ്ങൾ ഇല്ലാത്തൊരവസരത്തിൽ മെഡിക്കൽ ട്രസ്റ്റിൽ കിടക്കണേ. ഇപ്പം ഞങ്ങളുടെ കർമ്മലീത്ത സഭയിലെ മരിച്ചുപോയ സെബാസ്റ്റ്യൻ മുണ്ടഞ്ചേരി അച്ഛനാണല്ലോ കേരള സഭയിൽ കരിസ്മാറ്റിക് ധ്യാനം കൊണ്ടത്. മഞ്ഞുമൽ CRC പ്രത്യേകം ഓർക്കണം. ജൂലൈ 16 കേരളത്തിലുള്ള ആൾക്കാർ മുഴുവനും വരും. അന്ന് ഡിവൈനൊന്നും ഉണ്ടായിട്ടില്ല. ആകെ ഭരണങ്ങാനം അസീസിയും മഞ്ഞുമൽ ധ്യാനകേന്ദ്രമുള്ളൂ. ജനത്തിൻ്റെ ഒരു പ്രവാഹമാണ്. മഞ്ഞുമൽ മുറ്റം നിറയും. വരുന്നവർക്കൊക്കെ ജപമാല കൊടുക്കും. അങ്ങനെ ജപമാലയല്ല, ഉത്തരീയം കൊടുക്കും, കർമ്മല ഉത്തരീയം. അത് വാങ്ങിച്ച എഞ്ചിനീയർ ജോസിയും ഭാര്യ ലില്ലിയും കൂടി മടങ്ങിപ്പോകുമ്പോൾ പെട്ടെന്നൊരു ഫോൺ വിളി. അത് മെഡിക്കൽ ട്രസ്റ്റ് ആസ്പത്രിയിൽ നിന്നായിരിക്കുന്നു. ഗിൽബർട്ട് അത്യാസ നിലയിലാണ്, പ്രാർത്ഥിക്കണം. ബന്ധുവാണ്. അവിടെ ചെന്നു. ഓപ്പറേഷൻ ചെയ്യാൻ പറ്റാതെ ICUയിൽ കിടക്കുകയാണ്. പ്രത്യേക അനുവാദത്തോടു കൂടി അവിടെ ചെന്ന് ലില്ലി ചേച്ചിക്ക് ഭയങ്കര വിശ്വാസമാണ്. ഈ സ്കാപ്പലർ വെച്ച് പ്രാർത്ഥിച്ചു.
പ്രാർത്ഥിച്ച് മടങ്ങിപ്പോന്നപ്പോൾ പെട്ടെന്ന് മോണിറ്ററിൽ നല്ല പോസിറ്റീവായിട്ടുള്ള വൈബ് കാണാൻ സാധിച്ചു. ഡോക്ടേഴ്സ് ഒബ്സർവ് ചെയ്തിട്ട് കൂടി ആലോചിച്ച് അവർ ഓപ്പറേഷൻ 8 മണിക്കൂർ നീണ്ടു നിന്ന ഓപ്പറേഷൻ നടത്തി വിജയിച്ചു. പിന്നീട് അയാൾ മരിയഭക്തനായി തീർന്നു. മഞ്ഞുമ്മൽ മരിയൻ കൺവെൻഷനിൽ അദ്ദേഹം വന്ന് സാക്ഷ്യപ്പെടുത്തിയത് അന്ന് അതിൽ പങ്കെടുത്ത എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഇനിയും നല്ല സാക്ഷ്യം അച്ഛൻ പറയാം. പ്രത്യേകിച്ച് ഒരുപാട് സാക്ഷ്യങ്ങൾ. ഞങ്ങളുടെ സഭയിലെ ഒരു അച്ഛൻ, ഈ അച്ഛൻ പൗരോഹിത്യ പട്ടം സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹം ഒറീസയിലേക്ക് പോവുകയാണ്. ഒറീസയിൽ ചെന്ന് അവിടെ സേവനം ചെയ്യുമ്പോൾ പെട്ടെന്നൊരു അസുഖം ഉണ്ടായി. ഇൻറ്റേർണൽ ബ്ലീഡിംഗ് ആണ്, രക്തം പോകുന്നു, മലമൂത്ര വിസർജനത്തിലൂടെയൊക്കെ പോകുന്നു. ആൾ ക്ഷീണിച്ച് അവശനായി. അവിടെ ആസ്പത്രികൾ വളരെ വിരളമാണ്. ഒടുവിൽ മേലധികാരികൾ ഹൈദരാബാദിലേക്ക് കൊണ്ടുവന്നു. ഹൈദരാബാദിൽ വന്ന് ചികിത്സ നടത്തിയിട്ട് രക്ഷയില്ല. ഒടുവിൽ ഞങ്ങളുടെ പ്രൊവിൻഷ്യൽ അച്ഛൻ എല്ലാവരോടും പറഞ്ഞു, മാതാവിനോട് പ്രാർത്ഥിക്ക്, ആരാധന നടത്തി പ്രാർത്ഥിക്ക്. അന്തർദേശീയ തലങ്ങളിൽ ഞങ്ങൾ എല്ലാവരും കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. കർത്താവ് പ്രവർത്തിച്ചു മാതാവിലൂടെ. ഒടുവിൽ അദ്ദേഹത്തെ CMC വെല്ലൂരിലേക്ക് കൊണ്ടുപോവുകയാണ്. അന്നത്തെ വികർ പ്രൊവിൻഷ്യലോടൊപ്പം ചെന്നു. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പ്രവേശിച്ചു. നീണ്ട ഓപ്പറേഷനാണ് അത്. CMC എന്ന് പറയുമ്പോൾ അത് ക്രിസ്ത്യൻ അല്ല, കാത്തലിക് അല്ല. അവിടെ നിന്ന് പ്രാർത്ഥിച്ച് മടങ്ങുമ്പോൾ ഇതാ ആ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ മുൻപിൽ ഇതാ പുത്തനൊരു സ്കാപ്പലർ അവിടെ കിടക്കുകയാണ്. കാരണം ഈ ഒരു ആസ്പത്രിയിൽ ഒരു ഉത്തരീയം വരാൻ യാതൊരു സാധ്യതയുമില്ല. അവിടെ ഉത്തരീയം കിടക്കുന്നു. അച്ഛനതൊരു അടയാളമായിട്ട് എടുത്തു. മാതാവ് വന്നിട്ടുണ്ടെന്നുള്ള അടയാളം. തീർച്ചയായിട്ടും ഞങ്ങൾ ഇന്നും വിശ്വസിക്കുന്നു മാതാവ് ഇടപെട്ടതാണ്. ഓപ്പറേഷൻ വിജയിച്ചു. അദ്ദേഹം സുഖം പ്രാപിച്ചു. അദ്ദേഹം ഇന്ന് ഒരു ഇടവകയിൽ അസിസ്റ്റൻ്റ് വികാരിയായിട്ട് സേവനം ചെയ്തു വരികയാണ്. ഇനിയും ഇതുപോലത്തെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഞാൻ ഓർത്തു പോകുന്നത്, ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മഞ്ഞുമ്മൽ ആശ്രമ ദേവാലയം ഭയങ്കര ഉയരമാണ്. ഒരു ചില്ലിത്തെങ്ങിൻ്റെ ഉയരമുണ്ട്. അപ്പോൾ ഞങ്ങളുടെയൊക്കെ ആശ്രമത്തിൽ മരപ്പണിക്കാർ, സ്ഥിരമായിട്ട് വിളിക്കുന്ന മരപ്പണിക്കാരുണ്ട്, കൽപ്പണിക്കാരുണ്ട്, അതുപോലെ തന്നെ പെയിൻറ്റേഴ്സ് ഉണ്ട്. പണ്ട് വൈറ്റ് വാഷിംഗ് ആണ്, പിന്നെയാണ് സ്നോസം വന്നത്, ഇപ്പോഴാണ് എമൽഷൻ വന്നത്. അപ്പോൾ വൈറ്റ് വാഷാണ് ചെയ്യണത്. കാരണം അന്ന് ദാരിദ്ര്യമാണല്ലോ. അപ്പോൾ ഭയങ്കര ഉയരമാണ്. ഇന്നത്തെ പോലത്തെ സ്കഫോൾഡൊന്നുമില്ല. ഈ കരിങ്ങാല് കൊണ്ട് കെട്ടി അതിൻ്റെ മുകളിൽ കയറുന്നത്. അപ്പോൾ ഒരു വർദ്ധിയേട്ടനാണ് കളമശ്ശേരിക്കാരൻ. അപ്പം ഞങ്ങൾ 4 ബ്രദേഴ്സ് അവിടെ ചെന്ന് സഹായിക്കാൻ വേണ്ടി ചെന്നു. അപ്പോൾ അദ്ദേഹം മാതാവിൻ്റെ ഒരു വലിയ ഇടപെടൽ പറഞ്ഞു. മക്കളെ, നിങ്ങൾക്കറിയോ എൻ്റെ കഴുത്തേ കിടക്കണ കണ്ടോ? ഞെട്ടിപ്പോയി. കാരണം വലിയ പാള പോലത്തെ സ്കാപ്പുലറാണ്. അതിങ്ങനെ വർദ്ധിയേട്ടൻ്റെ കഴുത്തേ കിടക്കണേ. മോനെ, ഇതാണ് മോനെ എൻ്റെ സംരക്ഷണം. ചോദിച്ചു, എന്താണ് അനുഭവം? ഇതിൻ്റെ മുകളിൽ നിന്ന് ഭയങ്കര ഉയരമാണ്. ഒരു വലിയ ചെല്ലിത്തെങ്ങിൻ്റെ ഉയരമാണ്. ആ പെയിൻറ്റ് കൊണ്ടിരിക്കുമ്പോൾ സ്ലിപ്പ് ചെയ്ത് താഴേക്ക് വരുമ്പോൾ എൻ്റെ മാതാവ് എന്നൊരൊറ്റ കരച്ചിലാണ്. വന്ന് വീണത് നമ്മുടെ ആൾക്കാരുടെ സ്റ്റെപ്പിലാണ്. മോനെ, സ്റ്റെപ്പിലല്ല വീണ, കുഷീനിൽ വന്നിരിക്കുകയാണ് ചെയ്തത്. ഭയങ്കര അത്ഭുതമാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി ഞാൻ ഓർക്കുന്നത്, മദ്യപാനം നിർത്താത്തൊരു മനുഷ്യൻ. അയാളെയും കൊണ്ട് ധ്യാന കേന്ദ്രത്തിൽ വന്നപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് മാതാവ് ഇങ്ങനെ മന്ത്രിച്ചു, നീ ഉത്തരീയം ആശീർവദിച്ച് അയാളുടെ കഴുത്തേലിടാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ അവർക്കൊരു പ്രാർത്ഥനയും കൊടുത്തു. 7 ആഴ്ച നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥന കൊടുത്തു. അവരത് കൃത്യതയോടെ ചെയ്തു. ഇന്നും അവർ ഇടയ്ക്ക് വന്ന് കാണാറുണ്ട്, ഫോൺ വിളിക്കാറുണ്ട്. പിന്നെ മദ്യപിച്ചിട്ടില്ല. ഇതുപോലെ തന്നെ ഫിറ്റ്സ് വരുന്ന വ്യക്തികൾ, അപസ്മാരം വരുന്ന വ്യക്തികൾ, ഭയമുള്ള വ്യക്തികൾ, അവർക്കൊക്കെ ഈ ഉത്തരീയം നൽകിയിട്ട് വലിയ അനുഭവമാണുള്ളത്. അതേ, വലിയ വിടുതലാണ്, വലിയ സംരക്ഷണമാണ്, വലിയ സൗഖ്യമാണെന്ന് കഴിഞ്ഞുപോയ കുറേ അനുഭവത്തിലൂടെ നിങ്ങൾ പറഞ്ഞു. പക്ഷെ ഒരു കാര്യം, ഈ ഉത്തരീയം ധരിച്ചതുകൊണ്ടായില്ല, മാതാവിൻ്റെ സുഹൃതത്തിൽ നമ്മൾ ജീവിക്കണം. ഇതെങ്ങനെയാണ്? ഇപ്പോൾ പെട്ടിയും ഉടുപ്പും കൊടുക്കുമല്ലോ മരിച്ചു കഴിയുമ്പോൾ, അതിൻ്റെ കൂടെ ഒരു ഉത്തരീയം കൊടുക്കും, ഒരു കൊന്തയും കൊടുക്കും. ചില വ്യക്തികൾ ഈ ഉത്തരീയം ധരിക്കണപ്പോൾ മരിച്ചു കഴിയുമ്പോൾ അങ്ങ് ഇട്ട് കൊടുക്കും, കയ്യിൽ കൊന്ത ഒരു കുരിശും വെച്ച് കൊടുക്കും. സ്വർഗത്തിൽ പോയൊന്നുമില്ല, സിമിത്തേരി പോകുന്നുള്ള തീർച്ചയാണ്. അതുകൊണ്ട് എൻ്റെ പൊന്നു സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് നമ്മൾ വല്ലതൊക്കെ പറഞ്ഞാൽ ഉടനെ തന്നെ എല്ലാവർക്കും വിഷമമാണ്. നമ്മൾ സത്യങ്ങൾ, നമ്മൾ ധരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്, അണിയേണ്ട കാര്യങ്ങളുണ്ട്, കെട്ടേണ്ട കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാലുമേ ചരട് കെട്ടണ കാര്യം പറഞ്ഞപ്പോൾ അതെടുത്തുകൊണ്ട് പർവ്വതീകരിച്ച കുറേ കേസുകൾ ഞാൻ കണ്ടു. കാരണം ഇതെല്ലാം സത്യം വിളിച്ചു പറയുമ്പോൾ ചില ആൾക്കാർക്ക് പൊള്ളും. നമ്മളതൊരു പ്രവാചക ദൗത്യമായിട്ട് കാണണം. പ്രത്യേകിച്ച് ഈ ഒരു കേസ് ഓർക്കുക,
ഈ ചരട് കെട്ടുന്നതിനേക്കാളും വലിയ സംരക്ഷണമാണ് നിങ്ങൾക്ക് കിട്ടുന്നുള്ള കാര്യം അച്ഛൻ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ ഇവിടെ ആദ്യ ഭാഗം പൂർണ്ണമായി കർമ്മല ഉത്തരീയത്തിൻ്റെ അർത്ഥതലങ്ങളാണ് പറഞ്ഞത്. ഇനി പെട്ടെന്ന് ഞാൻ മരിയൻ ദർശനങ്ങൾ പറയാം. അപ്പോൾ ഒന്നാമത്തെ ദർശനം നമ്മുടെ സൈമൺ സ്റ്റോക്കിന് 1251 ജൂലൈ 16 ഉണ്ടായത്. അടുത്തത് ഗുഡലൂപ്പ മാതാവ് നിങ്ങൾ കേട്ട് കാണും. മെക്സിക്കോയിലാണ് ജുവാൻ ദിയോഗയ്ക്ക് പ്രത്യക്ഷപ്പെടുക. 1531 ഡിസംബർ 9 അന്ന് നരഹത്യയും ഭ്രൂണഹത്യയും വിഗ്രഹാരാധനയും ദുരാചാരങ്ങളും നടക്കുന്ന അവസരമാണ്. അപ്പോൾ മാതാവ് പ്രത്യക്ഷപ്പെട്ട് അതിനെതിരായിട്ട് പ്രവർത്തിക്കാൻ പറഞ്ഞു. 1990 അമേരിക്കയിൽ ആ രൂപം പ്രദക്ഷിണമായിട്ട് കൊണ്ടുപോയപ്പോൾ വലിയ മാനസാന്തരവും പല അബോർഷൻ സെൻറ്റേഴ്സൊക്കെ അടച്ചുപൂട്ടുകയും ചെയ്ത കാര്യങ്ങൾ ഓർക്കുന്നു. അടുത്തത് 1830 സിസ്റ്റർ കാതറിൻ ബോഗിക്ക് വേണ്ടി പ്രത്യക്ഷപ്പെട്ടു. അതാണ് അമലോത്ഭവ മാതാവിൻ്റെ കാശ് രൂപം എന്ന് പറയുന്നത്. അത് 3 കാര്യത്തിന് വേണ്ടിയാണ്: മാനസാന്തരം, രോഗശാന്തി, കുടുംബ വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ്. 1840 ഉപവിയുടെ മക്കൾ സിസ്റ്റർ ജെസ്സിന് പച്ചവെന്തീങ്ങ. ഈ പച്ചവെന്തീങ്ങ നിങ്ങൾ ഒരുപക്ഷെ കണ്ടിരിക്കും. സിസ്റ്റേഴ്സൊക്കെ മരണശൈലിയിൽ കിടക്കുന്ന അല്ലെങ്കിൽ മാനസാന്തരപ്പെടാത്തവരുടെ ബെഡിൽ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. വിശ്വാസം അകന്നുപോയ വ്യക്തികളുടെ മാനസാന്തരത്തിന് വേണ്ടിയിട്ടാണ്. 1846 സെപ്റ്റംബർ 17 ലാസലറ്റ്. ഫ്രഞ്ച് വിപ്ലവം നടക്കാൻ. ഫ്രഞ്ച് വിപ്ലവം കത്തോലിക്ക സഭയുടെ വിശ്വാസത്തെ തകർക്കണം, അതുപോലെ തന്നെ കുർബാന ഇതൊന്നും വേണ്ടെന്ന് അങ്ങനെ പറഞ്ഞ് ഒരു അത്തേയിസം നിരീശ്വരവാദത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് മാക്സിമിൻ മെലാനി എന്ന് പറയുന്ന 2 പിള്ളേർക്ക് ലാസലറ്റ് മാതാവ് പ്രത്യക്ഷപ്പെടുകയും അങ്ങനെ ജപമാല ചൊല്ലി മാനസാന്തരത്തിനായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രാർത്ഥിച്ചു, മാനസാന്തരപ്പെട്ടു. 1856 ഫെബ്രുവരി 11 നമുക്കറിയാം ലൂർദിൽ 1854 തുടങ്ങി 55 വരെയും കോളറയാണ്. ഒത്തിരി മക്കൾ മരിച്ചുപോയി. അങ്ങനെ ക്ഷയരോഗിയായിട്ടുള്ള ഈ ബെർണറീത്ത വിറക് വെറുക്കാൻ വേണ്ടി വരുമ്പോഴാണ് പെട്ടെന്നൊരു പ്രകാശം കാണുന്നതും മാതാവ് പ്രത്യക്ഷപ്പെടുന്നതും അവിടെയുള്ള ഉറവയിൽ നിന്ന് വെള്ളം കുടിക്കാനും പച്ചില കഴിക്കാനും പറയുന്നത്. അത് കഴിച്ചവൾ സുഖം പ്രാപിച്ചു. ഇന്നും ഏതാണ്ട് 56,000 ഗാലൻ വെള്ളമാണ് വരുന്നത്. അവിടെ പോയി 6 പ്രാവശ്യം കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. അതിന് ഔഷധ ഗുണങ്ങളൊന്നുമില്ല, പക്ഷേ മാതാവിൻ്റെ ശക്തമായിട്ടുള്ള ഇടപെടൽ അവിടെ നടക്കുന്നുണ്ട്. അവിടെയും മാതാവ് നൽകിയ സന്ദേശം, പ്രത്യേകിച്ച് കോളറയിൽ നിന്നും വിമുക്തി നേടിയ ബെർണഡീത്തായ വഴി നൽകിയത് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനു മുൻപ് 1854 9 പിയൂസ് പാപ്പ ഞാൻ അമലോത്ഭവയാണെന്ന് പറഞ്ഞ കാര്യം ബെർണഡീത്തായോട് 2 വർഷം കഴിഞ്ഞ് 1846 ഞാൻ അമലോത്ഭവയാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തത് ലൂർദിലാണ്. അടുത്തത് നമുക്ക് ഫാത്തിമയിലേക്ക് പോകാം. 1917 മെയ് 13 അവിടെ ആടുമാടുകളെ മേയ്ക്കാൻ വേണ്ടിയാണ് പോയത് ലൂസി ഫ്രാൻസിസ് ജസീന്ത. ലൂസി നല്ല ധനാഠ്യയായിട്ടുള്ള കുടുംബത്തിലെ മകളാണ്. അവിടെ ഒരു തടാകം ഉണ്ടായിരുന്നു, മരമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ വെച്ചാണ് മാതാവ് പ്രത്യക്ഷപ്പെടുന്നത്. നമുക്കറിയാം 6 പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടു. ജനം നോക്കി 50,000 വ്യക്തികൾ നോക്കി നിൽക്കുമ്പോഴും പ്രത്യക്ഷപ്പെട്ടു. പ്രാർത്ഥന, ഉപവാസം, റഷ്യയുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. റഷ്യ മാനസാന്തരപ്പെട്ടു. ഗോർബച്ചേവ് പാപ്പായെ കണ്ട് അനുഗ്രഹം വാങ്ങിച്ചതും പിന്നീട് നായനാര് പാപ്പായെ കണ്ട് ഒന്ന മേടിച്ചതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ അത്ഭുതമല്ലേ? 1945 തുടങ്ങി 1959 വരെ ആംസ്റ്റർഡാമിൽ ഈഡ പീഡർമാൻ എന്ന് പറയുന്ന വ്യക്തിക്ക് പ്രത്യക്ഷപ്പെട്ടു. അത് 20-ാം നൂറ്റാണ്ടിലെ വലിയ ഒരു ദർശനമാണ്. സർവ്വജനപദത്തിൻ്റെയും നാഥ എന്നുള്ള ആ വാക്ക് വരുന്നത് അവിടെയാണ്. അത് വാസ്തവത്തിൽ മാനസാന്തരത്തിന് വേണ്ടിയാണ്. ഇനി റോസാ മിസ്റ്റിക്ക, നമ്മളിതിന് കൂടുതൽ ഊന്നൽ കൊടുക്കുകയാണ്. എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു, അച്ഛാ ജൂലൈ 13 റോസാ മിസ്റ്റിക്കായുടെ തിരുനാളാണ്. ആരും ഒന്നും പറയണില്ലല്ലോ അച്ഛാ, ഒരു സെലിബ്രേഷൻ നടക്കുന്നില്ലല്ലോ. പ്രത്യേകിച്ച് നമുക്കറിയാം ഈ റോസാ മിസ്റ്റിക്കയുടെ കണ്ണിൽ നിന്നാണ് കണ്ണുനീർത്തുള്ളി വന്നതും പല സ്ഥലങ്ങളിലും അത്ഭുതങ്ങൾ നടന്നു. എണ്ണ വരുന്നു, തേൻ വരുന്നു. അതെന്ത് തന്നെ ആവട്ടെ, കുറേ അടയാളങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇതിലൂടെയാണ്. അതിന് കാരണം എന്താണെന്ന് ഞാൻ കൃത്യതയോടുകൂടി പറഞ്ഞു തരാം. അപ്പോൾ റോസാ മിസ്റ്റിക്ക എന്നുള്ള ആ ദർശനം ഉണ്ടാകുന്നത് മോണ്ടിച്ചിയാരി എന്ന് പറയുന്ന സ്ഥലത്ത് പിയറീന ഗെല്ലി എന്ന് പറയുന്ന ഒരു നേഴ്സിനുണ്ടായ ദർശനമാണ്. അപ്പോൾ അവിടെ 3 വാളും 3 പൂക്കളും ഉണ്ട്.
ഇത് വാസ്തവത്തിൽ വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ് വെളിപ്പെടുത്തിയത്. വൈദികരുടെയും ദൈവത്തിന് സമർപ്പിച്ചിട്ടുള്ള ആത്മാക്കളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ് മാതാവ് ഈ ദർശനം നൽകിയത്. ഇത് തികച്ചും വളരെ കാലികമാണ്, വളരെ ആനുകാലികമാണ്. ഇത് കേൾക്കുന്ന മക്കൾ പ്രത്യേകമായിട്ട് നമ്മൾ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ തന്നെ അതിന് ദൃക്സാക്ഷിയാണ്, നേർക്കാഴ്ചയാണ്. അവിടെയാണ് സഭയിൽ അധപ്പതനം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ വാളെന്താണെന്ന് അറിയാമോ? ദൈവവിളി നഷ്ടപ്പെടുത്തുന്ന വൈദികരെക്കുറിച്ചും സമർപ്പിതരെക്കുറിച്ചും വിശ്വാസികളെക്കുറിച്ചാണ് ഊന്നി പറഞ്ഞേക്കുന്നത്. ദൈവജനത്തെ നയിക്കേണ്ട വൈദികരെ സമർപ്പിതരെ കുറിച്ചാണ്. രണ്ടാമത്തെ വാള് മാരക പാപത്തിൽ ജീവിക്കുന്ന വൈദികരെക്കുറിച്ചും സമർപ്പിതരെക്കുറിച്ചും വിശ്വാസികളെക്കുറിച്ചുമാണ്. മൂന്നാമത്തെ വാള് ഈ ദൈവവിളി നഷ്ടപ്പെടുത്തിക്കൊണ്ട് സഭാ ശത്രുക്കളായി നിത്യരക്ഷ പോലും നഷ്ടപ്പെടുന്ന വ്യക്തികൾ. നമുക്ക് അച്ഛൻ പറയാതെ തന്നെ നമുക്കറിയാല, സഭയിൽ നിന്ന് പോയിട്ട് സഭയ്ക്കെതിരായിട്ട് പുസ്തകങ്ങൾ എഴുതുന്ന ആമേൻ എന്നെഴുതിയ പുസ്തകം ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിൽ അച്ഛന്മാരുണ്ട്, വിശ്വാസികളുണ്ട്, മെത്രാന്മാരുണ്ട്, അൽമായരുമുണ്ട്. ഇതൊരു സത്യമാണ്. ഒരുപക്ഷെ ഈ സത്യം വിളിച്ചു പറയാനായിട്ട് രാജാവ് നഗ്നനാണെന്ന് പറയാൻ ആരുമില്ല. അതുകൊണ്ടായിരിക്കണം ആരും ഇതിനെക്കുറിച്ചൊന്നും പറയാറില്ല. ആ ഫ്ലവർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്ലവർ റോസ്, റെഡ്, ഗോൾഡ്. ഇപ്പോൾ റോസ് എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. നിത്യപുരോഹിതനായ ഈശോ എന്നുള്ള പ്രാർത്ഥന നമ്മൾ എല്ലാ ദിവസവും ചൊല്ലുമ്പോൾ അതിനകത്ത് 10 ഡിമാൻഡ്സാണ് വൈദികരെ കുറിച്ചുള്ള 10 കാര്യങ്ങൾ അതിനകത്ത് എടുത്തു പറയുന്നുണ്ട്. വളരെ ഷാർപ്പാണ്. ഇത് കേൾക്കുന്ന ഓരോ സമർപ്പിതർക്കും, പ്രത്യേകിച്ച് വൈദികരുടെ ഹൃദയമിടിക്കണം, ഹൃദയം സ്പന്ദിക്കണം. അത്രയ്ക്കുള്ള പ്രതീക്ഷയാണ് ദൈവജനത്തിൻ്റെ ഈ പ്രാർത്ഥന. 2, ചുവപ്പെന്ന് പറഞ്ഞത് പരിഹാരമാണ്. അപ്പം നമ്മൾ പരിഹാരം ചെയ്യണം. വൈദികരും സന്യസ്തരും അൽമായരും ഒക്കെ ഈ പാപത്തിന് പരിഹാരം ചെയ്യണം. അതാണല്ലോ ഈശോയുടെ പരിഹാര ബലി. പിതാവേ, അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നതെന്താ അറിയുന്നില്ല എന്നുള്ള പ്രാർത്ഥനയൊക്കെ വളരെ ശ്രദ്ധേയമാണ്. മൂന്നാമത്തേത് ഗോൾഡാണ്, പ്രായശ്ചിത്തം. ഒരുപാട് പ്രായശ്ചിത്തം. എനിക്ക് പരിചയമുള്ള കുറേ വ്യക്തികളുണ്ട്. അച്ഛൻ ഞാൻ 15 കൊന്ത അച്ഛന്മാർക്ക് വേണ്ടി ചൊല്ലുവച്ച. ഞാൻ എപ്പോഴും കലൂര് കണ്ടുമുട്ടുന്ന ഒരു ചേട്ടനാണ് ഞാൻ ചൊല്ലുവച്ച. അപ്പം ഞാൻ തീർച്ചയായിട്ടും നിങ്ങളോട് പങ്കുവെച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. 2 കാര്യങ്ങൾക്കാണ് ഞാൻ ഊന്നൽ കൊടുത്തത്. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് നമ്മൾ ആദ്യത്തെ സുവിശേഷമാകുന്ന മറിയത്തിൽ ആരംഭിച്ചിട്ട് ബൈബിള് മുഴുവനും കാച്ചി കുറുക്കി വംശാവലിയിലേക്ക് വന്നു. അതിനുശേഷം യോഹന്നാൻ 3:16-17 വന്നിട്ട് ദൈവം നൽകിയ തൻ്റെ പുത്രനായ യേശു നൽകിയ 3 സമ്മാനം: കൃപാന, പരിശുദ്ധ മറിയം, പരിശുദ്ധാത്മാവ്. യേശു പറഞ്ഞ അവസാനത്തെ വചനം, ആത്മാവിനെ സ്വീകരിക്കാതെ ജെറൂസലേം വിട്ടുപോകരുത്. ആ വചനം മനസ്സിലിട്ട് മനനം ചെയ്ത് മാതാവ് ആ മുറിയിൽ വിളിച്ചുകൂട്ടി നവനാൾ പ്രാർത്ഥന നടത്തി പെന്തക്കോസ്ത അനുഭവം ഉണ്ടാകുന്നു. അങ്ങനെ സഭ വളരുകയാണ്. ദൗത്യം പൂർത്തിയാക്കിയ മറിയത്തെ ഉടലോടെ സ്വർഗത്തിലേക്ക് എടുക്കുന്നു. എന്നിട്ടും മാതാവിന് മക്കളോടുള്ള വാത്സല്യം കാലാകാലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് സഭയെ ശക്തിപ്പെടുത്തുകയാണ്. ധരിക്കാൻ ഉത്തരീയവും ജപിക്കാൻ ജപമാലയും നൽകി. ആ ഉത്തരീയത്തിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് പോയി ആ ഉത്തരീയത്തിൻ്റെ സാക്ഷ്യങ്ങളാണ് അച്ഛൻ പറഞ്ഞത്. സംരക്ഷണമാണ്, സൗഖ്യമാണ്, സമൃദ്ധിയാണ്, വിടുതലാണെന്ന് പറഞ്ഞിട്ട് സഭയിൽ അംഗീകരിച്ചിട്ടുള്ള ദർശനങ്ങൾ ഓരോന്നും എടുത്തു പറഞ്ഞ് ഞാൻ ഊന്നൽ കൊടുത്തത് റോസ മിസ്റ്റിക്ക ദർശനത്തിലെ 3 വാളിനെ കുറിച്ചും 3 ഫ്ലവേഴ്സിനെ കുറിച്ചുമാണ്. ഈ കാണുന്ന വചന പ്രഘോഷണം, ഈ മരിയൻ ചിന്ത കൂടുതൽ മറിയത്തിലുള്ള വിശ്വാസത്തിൽ, ഭക്തിയിൽ വളരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് കരങ്ങൾ കൂപ്പി ഒന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. വളരെ പ്രത്യേകമായി റോസാ മിസ്റ്റിക്ക തിരുനാളിലും കർമ്മല മാതാവിൻ്റെ തിരുനാളിലും ആഗോള സഭയ്ക്ക് വേണ്ടി, ലിയോ പാപ്പായ്ക്ക് വേണ്ടി, കർദിനാൾമാർക്ക് വേണ്ടി, മെത്രാന്മാർക്ക് വേണ്ടി, വൈദികർക്ക് വേണ്ടി, സമർപ്പിതർക്ക് വേണ്ടി, വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മയുടെ അങ്കിയിൽ പൊതിഞ്ഞ് അവരെ വിശുദ്ധിയിൽ വളർത്തണമേ. ഈശോയെ കർമ്മല ഉത്തരീയം ധരിച്ചുകൊണ്ടും ജപമാല ജപിച്ചുകൊണ്ടും വിശുദ്ധിയിൽ വാഴാനുള്ള കൃപ അവർ നൽകണമേ. ഈ വചനപ്രഘോഷണം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും, ശ്രവിക്കാൻ പോകുന്ന മക്കളെയും വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ മുദ്രിതമാക്കണമേ. മാതാവിൻ്റെ വലിയ മാധ്യസ്ഥ്യം, സംരക്ഷണം, സൗഖ്യം, സമൃദ്ധി എല്ലാവർക്കും ഉണ്ടാവട്ടെ. ആവേ മരിയ.